നമ്മുടെ കല്യാണിക്കുട്ടിയെ വന്ധീകരണം ചെയ്യാൻ കൊണ്ടുപോകാൻ കേട്ടോ. ഒത്തിരി പേടിയുണ്ട് നമുക്ക്. കല്യാണിക്കുട്ടി എന്താവും എങ്ങനെയാവും എന്നുള്ളതൊക്കെ ആലോചിച്ച് നമ്മുടെ കല്യാണിക്കുട്ടി ഒത്തിരി പേടിച്ചിട്ടാണ്ടിരിക്കുന്നത്. നോക്കിയേ, വിറയ്ക്കുന്നുണ്ട് പാവം. പിന്നെ കല്യാണിക്കുട്ടിയുടെ വെയിറ്റ് നോക്കി 15 കിലോനാണ് കല്യാണിക്കുട്ടി. ഇല്ല കേട്ടാ, പേടിക്കണ്ട കേട്ടോ, പേടിക്കണ്ട കേട്ടോ. ക്യാമറയ്ക്കൊക്കെ മടിയില്ല അവൾക്ക്. അതേപോലെ തന്നെ അവൾ എന്നെ മാത്രം നോക്കിയിട്ടിരിക്കുന്നത്. എവിടെയും കാണണ്ടെങ്കിൽ ആരും കാണണ്ടെന്ന് പറയാൻ ആവില്ലേ. ഒരു ഇഞ്ചക്ഷൻ കിട്ടി നമ്മുടെ കല്യാണിക്കുട്ടിക്ക്. അതിന് പേടിയാണ് മീൻ കാണിക്കുന്നത്. മുന്നേ എന്തോ കരഞ്ഞ് കണ്ടിരിക്കുക. ഇല്ലടോ മയക്കത്തിലുള്ള ഇഞ്ചക്ഷൻ കല്യാണിക്കുട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെറുതായിട്ടൊന്ന് മയങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കല്യാണിക്കുട്ടിയുടെ നോക്കിയ സർജറി കഴിഞ്ഞ് കൊണ്ടിട്ട് എടുത്തിട്ടുണ്ട്. അവർക്ക് നമ്മൾ തിരിച്ചറിയണൊക്കെ ഉണ്ട്. ഓർമ്മയ്ക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ കല്യാണിക്കുട്ടീനെ സർജറി ചെയ്തത് ഇവിടെയാണ് കേട്ടോ, അതായത് ജേക്കബ്സ് എനിമൽ ക്ലിനിക്കിൽ. അപ്പോൾ നമ്മൾ പലരും ചോദിക്കാറുണ്ട് എവിടെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. ഇനിയിപ്പോൾ നമ്മുടെ കല്യാണിക്കുട്ടീനെ കൊണ്ട് നേരെ വീട്ടിൽ പോരാണ്. പാവം കല്യാണിക്കുട്ടി മാക്സിമം അവൾ എൻ്റെ കൂടെ സഹകരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വേദനയൊക്കെ സഹിച്ച് പിടിച്ച് അവൾ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് എനിക്ക്. നമ്മുടെ കല്യാണിക്കുട്ടീനെയും കൊണ്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടാ. അപ്പോൾ നമ്മുടെ കല്യാണിക്കുട്ടീനെ നമ്മൾ സർജറി ചെയ്തത്, നമ്മുടെ പേളിക്കുട്ടീനെ സർജറി ചെയ്തതും അതേ സ്ഥലത്ത് തന്നെയാണ്. നടത്തറ സിഗ്നൽ കഴിഞ്ഞിട്ട്, അതായത് മണ്ണുത്തിക്ക് പോകുമ്പോൾ ഒരു 200 മീറ്റർ നീങ്ങി കഴിഞ്ഞാലാണ് ഈ സ്ഥലം കാണാട്ടോ. അതായത് ജേക്കബ്സ് എനിമൽ ക്ലിനിക്സ് എന്നാണ് ആ ക്ലിനിക്കിൻ്റെ പേര്. നമ്മളതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ, അത് നോക്കിയാൽ മതി. അവിടെ എത്തി. ഇനിയിപ്പോൾ കല്യാണിക്കുട്ടിക്ക് ഒരു ബെഡൊക്കെ വിരിക്കണം, എന്നിട്ട് വേണം കൊണ്ട് കിടത്തണമെങ്കിൽ അവൾക്ക് വയ്യ പാവം. കണ്ടോ, പേടിച്ചിരിക്കുക. ഇല്ലൊരു പുന്നോ, കിടന്നോ, ചെരിഞ്ഞ് കിടന്നു. അങ്ങനെ ഇഷ്ടമുള്ള പോലെ കിടന്നു. അങ്ങനെ അങ്ങനെ കിടന്നു കേട്ടോ, വിഷമിക്കണ്ട കേട്ടോ. വേദന ഒന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ വേദനയുടെ ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത കാരണം ഇപ്പോൾ വേദന ഒന്നും ഉണ്ടാവില്ല. പക്ഷെ രാത്രിയിൽ നമുക്ക് മരുന്ന് തന്നിട്ടുണ്ട് വേദന കുറയാൻ വേണ്ടിയിട്ട്. പിന്നെ നാളെ രാവിലെ വീണ്ടും കൊണ്ടുപോകും വേണം.